നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക. മോശയോട് ദൈവം പറഞ്ഞ വാക്കാണിത്. പഴയ നിയമത്തിൽ നിങ്ങളെല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിലാണ് ദൈവത്തിൻ്റെ പ്രത്യക്ഷത നടക്കുന്നത്. ഉദാഹരണത്തിന് ഹോരേബ് എന്ന് പറയുന്ന പർവ്വതം, സീനായ് എന്ന് പറയുന്ന പർവ്വതം, കർമ്മേൽ എന്ന് പറയുന്ന പർവ്വതം, യാബോക്കിൻ്റെ കടവ്, അങ്ങനെ ദൈവം പ്രത്യക്ഷനായ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ദൈവം പ്രത്യക്ഷനായ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ എൻകൗണ്ടറുകൾ നടന്ന പല സ്ഥലങ്ങൾ, അത് പല രീതിയിലായിരിക്കാം. ദൂതൻ്റെ സന്ദർശനമായിരിക്കാം. പലതരത്തിലുള്ള എൻകൗണ്ടറുകൾ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ലൂസ് എന്ന് പറയുന്ന പട്ടണത്തിൽ യാക്കോബ് സ്വപ്നത്തിൽ ദൈവിക ദർശനം കണ്ടതിന് ശേഷം പിറ്റേ ദിവസം യാക്കോബ് ആ സ്ഥലത്ത് നിന്നുകൊണ്ട് സ്വയം പറയുന്ന ഒരു വാക്കുണ്ട്: യഹോവ ഈ സ്ഥലത്തുണ്ട്, ഇത് ഞാൻ അറിഞ്ഞിരുന്നില്ല. യഹോവ ഈ സ്ഥലത്തുണ്ട്. കണ്ടോ, പഴയ നിയമത്തിലെ ഭക്തന്മാരുടെ അവരുടെ എല്ലാം ഹൃദയത്തിൽ ഒരു ചിന്ത ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വസിക്കുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന സ്ഥലത്ത് മനുഷ്യന്റെ അശുദ്ധിക്ക് സ്ഥാനമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉദാഹരണം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് സാധാരണക്കാരനായിരിക്കുന്ന ഒരു മനുഷ്യന് കയറി ചെല്ലാൻ സാധിക്കുകയില്ല. കുറച്ചുകൂടെ വ്യക്തമാക്കിയാൽ, അവിടെ മഹാപുരോഹിതൻ ആണ്ടിൽ ഒരിക്കൽ മാത്രമേ കയറി ചെല്ലാൻ സാധിക്കുകയുള്ളൂ. മഹാപുരോഹിതന് ഏതെങ്കിലും തരത്തിലുള്ള കളങ്കം ഉണ്ട് എങ്കിൽ ആ മഹാപുരോഹിതൻ ആ അതിപരിശുദ്ധ സ്ഥലത്ത് മരിച്ചു വീഴുമായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന സ്ഥലത്ത് വിശുദ്ധിയോടെ പ്രവേശിക്കണമെന്നുള്ളത് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം മനുഷ്യൻ്റെ കൈപ്പണിയായ ഒരു വസ്തുവിലോ ഏതെങ്കിലും ചർച്ചുകളിലോ ഏതെങ്കിലും കെട്ടിടങ്ങളിലോ ദൈവം വസിക്കുന്നില്ല. ഒന്നുകൂടെ വ്യക്തമാക്കി കഴിഞ്ഞാൽ, സീനായ് മല പോലെ, ഹോരേബ് പർവ്വതം പോലെ, യോർദാൻ്റെ തീരം പോലെ, യാബോക്കിൻ്റെ കടവ് പോലെ, ഇങ്ങനെയുള്ള പ്ലേസുകളിൽ ദൈവത്തിൻ്റെ തേജസ് പ്രത്യക്ഷമാകുന്നില്ല എന്നുള്ളതാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നത് എവിടെയാണ്? അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉയരത്തിൽ നിന്നുള്ള ശക്തി, ദൈവത്തിൻ്റെ വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാവ് തന്നിൽ വിശ്വസിക്കുകയും തനിക്കായി വേർതിരിക്കപ്പെട്ട കൂട്ടത്തിൻ്റെ മേളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും അവരുടെ ശരീരത്തിലേക്ക് ആ ശക്തി വെളിപ്പെടുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ കൊരിന്ത്യർ ലേഖനത്തിനകത്ത് പൗലോസ് പറഞ്ഞിരിക്കുകയാണ്: നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരവും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? കൊലോസ്യ ലേഖനം പഠിപ്പിക്കുന്നു, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. അർത്ഥം, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്ലേസിലല്ല ദൈവം വസിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം ഇറങ്ങി വരുന്നത്. ദൈവം മാനിഫെസ്റ്റ് ആവുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്, നമ്മിലാണ് ദൈവം മാനിഫെസ്റ്റ് ആകുന്നത്. ഒന്നുകൂടെ വ്യക്തമാക്കി കഴിഞ്ഞാൽ, പഴയ നിയമത്തിൽ ദൈവം ഇറങ്ങി വരുന്ന സ്ഥലം വിശുദ്ധി നിറഞ്ഞതായതുപോലെ തന്നെ നമ്മുടെ ശരീരം, നമ്മുടെ ഹൃദയം അശുദ്ധിയില്ലാത്ത വിശുദ്ധിയുള്ള ഒരു ശരീരമാകുവാൻ നമ്മളെപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ഇടയാകും. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തെ എത്രമാത്രം, നമ്മുടെ ഹൃദയത്തെ എത്രമാത്രം ഹോളിയോടുകൂടി, അല്ലെങ്കിൽ ആ വിശുദ്ധിയിൽ സൂക്ഷിക്കുന്നുവോ അത്രത്തോളം ദൈവത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ നമ്മിലൂടെ ലോകം കാണുവാനിടയാണ്. അശുദ്ധിയെ എടുത്തു കളഞ്ഞ് ഒരു വിശുദ്ധിയുടെ ഒരു പാത്രമാക്കി ദൈവം നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തട്ടെ. അതിനായി നമുക്ക് പരിശുദ്ധാത്മാവിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.